ഈ പെട്രോൾ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളുടെ കാര്യത്തിൽ ചെറിയ ചെറിയ പൈസകളുടെ വിലവർദ്ധനവ് വരുത്തി. ഏതാണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ലിറ്റർ 8 രൂപയുടെ വരെ വർധനവാണ് ഇതിൽ ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. ഇത് ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ തൃശ്ശൂരിൽ ശക്തൻ മാർക്കറ്റിൽ ഇപ്പോൾ അവിടെ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് അവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പറയാനുള്ളത്? ദിലീപ് കുമാർ, അല്പസമയം മുമ്പ് നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. പെട്രോളിനും ഡീസലിനൊക്കെ വല്ലാത്തതുള്ളൊരു വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 2 രൂപ വീണ്ടും കൂടിയെന്നാണ് പറയുന്നത്. കൂടിയെന്ന് പറയുന്നത് ഭയങ്കര ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ. കൂടുന്നുള്ള ആളുകൾ എല്ലാറ്റിനും വില കൂടില്ലേ? എല്ലാം വില കൂടുക, എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിസ്സഹായരാണ്. പണ്ടൊക്കെ ഈ ചെറിയ 1-2 രൂപയൊക്കെ കൂടുമ്പോൾ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 8 രൂപയാണ് ഒരാഴ്ചക്കകം കൂടിയത്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സഹിക്കുക. ചേട്ടാ, സാധനങ്ങൾക്കൊക്കെ വില കൂടി തുടങ്ങി. തീർച്ചയായിട്ടും വില കൂടി. ആരും പ്രതിഷേധിക്കാനില്ല, സഹകരിക്കണം. അത് പ്രതിഷേധിക്കാനല്ല, സഹകരിക്കുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ജനങ്ങളും അഡ്ജസ്റ്റ് ചെയ്തു. തീർച്ചയായിട്ടും ജനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. വേറെ വഴിയില്ലല്ലോ, എന്താ ചെയ്യുക? അതാണ് ആ ചേട്ടന്മാർക്കൊക്കെ പറയാനുള്ളത്. എന്തായാലും ആളുകളുടെ ഒരു വിലയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കാര്യമായ രീതിയിലുള്ള ഒരു വിലവർദ്ധനവ് ഉണ്ടായിട്ടില്ല. പക്ഷേ കാര്യമായ രീതിയിലുള്ള വിലവർദ്ധനവ് ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ കച്ചവടക്കാരെല്ലാവരും തന്നെ പറയുന്നത്. നമ്മളോടൊപ്പം ഒരു ചേട്ടൻ കൂടി, ഒരു കച്ചവടക്കാരനായ ചേട്ടൻ കൂടി ചേരുന്നുണ്ട്. ആ ചേട്ടാ, പെട്രോളിനും ഡീസലിനും ഇന്നും വില കൂടിയിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ ഏതാണ്ട് ഒരു 8 രൂപയോളം വർധന ഉണ്ടായിട്ടുണ്ട്. പെട്രോളും ഡീസലും വില കൂടിയിട്ടുണ്ട്. അത് കേന്ദ്രം കൂട്ടിയിട്ടുണ്ട്. ആ സംസ്ഥാനത്തിന് എന്തെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. സംസ്ഥാനത്തിന് കിട്ടുന്ന വിഹിതം കുറയ്ക്കുക. പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ, പ്രതീക്ഷിക്കാമോ? ഒന്ന് പ്രതീക്ഷിച്ചൂടെ? പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി കിട്ടിയതാണല്ലേ? അതെ, പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. വിലവർദ്ധനവ് എങ്ങനെയാണ് ജനങ്ങളെ ബാധിച്ചിരിക്കുന്നത്? ജനങ്ങളെ ബാധിക്കാന്ന് പറഞ്ഞാൽ ജനങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും. വില കൂടും. പക്ഷേ ഇവിടെ വില കൂടി എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ഈ വില കൂടിയ ഐറ്റംസ് മേടിക്കാനൊന്നും ഉണ്ടാവില്ല. ഒക്കെ കർഷകരെ നെഞ്ഞത്തേക്ക് തന്നെ വരാം. അത് വില ഇടിയും. മേടിക്കാളുണ്ടെങ്കിൽ വിപണിയിൽ മേടിക്കാളുണ്ടെങ്കിൽ. ശക്തൻ മാർക്കറ്റിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ് അവിടെ നിന്നുള്ള സാധാരണക്കാരുടെ പ്രതികരണങ്ങൾ പങ്കുവച്ചത്. ഇബ്രഹാം തോമസ് പറയുന്നു, ഓരോ ദിവസവും ഇന്ധനത്തിന് വില കൂട്ടിക്കൊണ്ടിരുന്നാൽ സാധാരണക്കാരുടെ ജീവിതം കഷ്ടത്തിലാവുകയുള്ളൂ എന്ന്. ജോസിൻ ജോസഫും വനജ PR ഒക്കെ പറയുന്നു, ജീവിത ചെലവ് കൂടുന്നു, പണിക്കൂലി മാത്രം കൂടുന്നില്ല എന്ന്. ആ നിലയിൽ നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.